നമസ്കാരം. ഷെക്കൈന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ അനൂപ് ജോസഫ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. മഹാജൂബിലി വർഷത്തിന് തുടക്കം കുറിച്ച് 25 വർഷത്തിലൊരിക്കൽ മാത്രം തുറക്കപ്പെടുന്ന വിശുദ്ധ വാതിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തുറന്നു. തിരുപ്പിറവിയോടനുബന്ധിച്ച് വത്തിക്കാനിൽ നടന്ന തിരുക്കർമ്മങ്ങളിൽ സാന്നിധ്യമറിയിച്ച പാപ്പ ലോകത്തിന് മുഴുവൻ സമാധാനവും പ്രത്യാശയും പകരാൻ ക്രിസ്മസിന് കഴിയട്ടെ എന്ന് ക്രിസ്മസ് സന്ദേശത്തിൽ വ്യക്തമാക്കി. ലോകം മുഴുവൻ മഹാജൂബിലിയുടെ ആഘോഷത്തിന് തിരിതെളിഞ്ഞു. വിശുദ്ധ കവാടം തുറക്കുന്ന ചടങ്ങിനിടെ കഴിഞ്ഞ ജൂബിലി മുതൽ അടച്ചുപൂട്ടിയ സ്വർണ്ണവാതിലിൽ വീൽചെയറിൽ ഇരുന്ന ഫ്രാൻസിസ് പാപ്പ മുട്ടി. തുടർന്ന് വാതിലുകൾ ഇരുവശങ്ങളിലേക്ക് തുറക്കപ്പെടുകയും ഇത് കർത്താവിന്റെ സ്വന്തം കവാടമാണ്, നേരുള്ളവർ ഇവിടെ പ്രവേശിക്കുന്നു, കർത്താവെ ഞാൻ നിന്റെ ഭവനത്തിൽ പ്രവേശിക്കുന്നു എന്ന് ഗായക സംഘം ലാറ്റിൻ ഭാഷയിൽ പാടുകയും ചെയ്തു. തുടർന്ന് മാർപ്പാപ്പയും പിന്നാലെ കർദിനാൾമാർ, ബിഷപ്പുമാർ, വൈദികർ, ക്രിസ്മസ് കുർബാനയ്ക്കുള്ള ശുശ്രൂഷകർ, മറ്റ് ക്രൈസ്തവ സഭകളുടെ പ്രതിനിധികൾ, തങ്ങളുടെ രാജ്യങ്ങളിൽ നിന്നുള്ള പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ച 5 ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള കത്തോലിക്ക പ്രതിനിധികൾ എന്നിവർ വിശുദ്ധ വാതിലിലൂടെ ബസിലിക്കയിലേക്ക് പ്രവേശിച്ചു. ഇതോടെ ജൂബിലി വർഷത്തിന്റെ വിശേഷാൽ അനുഗ്രഹങ്ങളിലേക്ക് സഭ പ്രവേശിച്ചിരിക്കുകയാണ്. തുടർന്ന് പിറവി തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക സാക്ഷ്യം വഹിച്ചു. ദൈവം ഒരു കൊച്ചു കുഞ്ഞായി തീർന്നു എന്ന അവിശ്വസനീയമായ യാഥാർത്ഥ്യം പ്രത്യാശയുടെ സന്ദേശമാണ് പകരുന്നതെന്ന പാപ്പ സന്ദേശത്തിൽ പറഞ്ഞു. ദൈവം ഇമ്മാനുവേലാണ്, അവൻ നമ്മോടൊപ്പമുണ്ട്. ദൈവിക വെളിച്ചം ലോകത്തിന്റെ ഇരുട്ടിലൂടെ പ്രകാശിച്ചു. സ്വർഗത്തിന്റെ മഹത്വം ഭൂമിയിൽ പ്രത്യക്ഷമായി. അതുകൊണ്ട് നമുക്ക് പറയാം, പ്രത്യാശ അസ്തമിച്ചിട്ടില്ല. അത് നമ്മുടെ ജീവിതത്തെ എന്നേക്കുമായി വലയം ചെയ്യുന്നുവെന്നും പാപ്പ പറഞ്ഞു. തിരുപ്പിറവി ശുശ്രൂഷകളുടെ സമാപനത്തിൽ ഉണ്ണീശോയുടെ തിരുസ്വരൂപത്തിൽ പാപ്പ ചുംബിച്ച ശേഷം തിരുസ്വരൂപ പ്രതിഷ്ഠ നടത്തപ്പെടുകയും ചെയ്തു. അതേസമയം 29 വൈകുന്നേരം ജോൺ ലാറ്ററൻ ബസിലിക്കയിലും ദേവമാതാവിന്റെ തിരുനാളായ ജനുവരി 1 രാവിലെ മേരി മേജർ ബസിലിക്കയിലും ജനുവരി 5 വൈകിട്ട് സെയിന്റ് പോൾസ് ബസിലിക്കയിലും വിശുദ്ധ വാതിലുകൾ തുറക്കപ്പെടും. ഇതോടെ ലോകമെമ്പാടും തെരഞ്ഞെടുക്കപ്പെട്ട ദേവാലയങ്ങളിലെ പ്രത്യേക വാതിലുകളും വിശ്വാസി സമൂഹത്തിന് തീർത്ഥാടനത്തിനായി തുറക്കപ്പെടും. സ്ഥിരം സന്ദർശകർക്ക് പുറമെ ഏകദേശം 3.5 കോടി ജൂബിലി തീർത്ഥാടകരെയാണ് റോം ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. വിശ്വാസികൾക്ക് വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിക്കാനും പുണ്യപ്രവൃത്തികൾ ചെയ്യാനും അവരുടെ പാപങ്ങൾ മോചിക്കുവാനും പ്രത്യേക അവസരമാണ് ജൂബിലി. സാധാരണയായി 25 വർഷത്തിലൊരിക്കലാണ് കത്തോലിക്ക സഭയിൽ ജൂബിലി ആചരിക്കുന്നത്. ജൂബിലി 2025 വെബ്സൈറ്റിൽ ജൂബിലി വർഷത്തിൽ വത്തിക്കാനിൽ നടക്കുന്ന പ്രധാന പരിപാടികളുടെ കലണ്ടർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ പരിപാടികൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷനും ലഭ്യമാണ്. പ്രാദേശികമായി കത്തീഡ്രലുകളും മറ്റ് നിർദ്ദിഷ്ട ദേവാലയങ്ങളും സന്ദർശിച്ചുകൊണ്ടും കരുണയുടെ കൂദാശ സ്വീകരിച്ചുകൊണ്ടും ദണ്ഡവിമോചനത്തിനുള്ള മറ്റു കാര്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടും വിശ്വാസികൾക്ക് ദണ്ഡവിമോചനം ഈ ജൂബിലി വർഷത്തിൽ പ്രാപിക്കാവുന്നതാണ്. 2026 ജനുവരി 6 യേശുവിന്റെ പ്രത്യക്ഷീകരണ തിരുനാൾ ദിനത്തിൽ ജൂബിലി വർഷം ഔദ്യോഗികമായി സമാപിക്കും. ദൈവത്തിന്റെ ഹൃദയ കവാടം സദാ തുറന്നു കിടക്കുന്നുവെന്നും നമ്മെ സ്നേഹിക്കുകയും നമ്മോട് ക്ഷമിക്കുകയും ചെയ്യുന്ന ആ ഹൃദയത്തിലേക്ക് നമുക്ക് മടങ്ങാമെന്നും ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് പാപ്പ ക്രിസ്മസ് ദിനത്തിൽ നൽകിയ ഊർബി എത് ഓർബി സന്ദേശത്തിലായിരുന്നു പരാമർശം. റോമ നഗരത്തിനും ലോകത്തിനും എന്നർത്ഥം വരുന്ന ദണ്ഡവിമോചന ലബ്ധിയുള്ള പാപ്പയുടെ ഊർബിയത്തോർബി ആശീർവാദത്തിൽ നിരവധി വിശ്വാസികളാണ് പങ്കുചേർന്ന് അനുഗ്രഹം പ്രാപിച്ചത്. നമ്മെ വിസ്മയം കൊള്ളിക്കുകയും വികാരഭരിതരാക്കുകയും ചെയ്യുന്നതിന് ഒരിക്കലും വിരാമമിടാത്ത രഹസ്യം ക്രിസ്മസ് രാത്രിയിൽ വീണ്ടും നവീകൃതമായിരിക്കുന്നു എന്ന വാക്കുകളോടെയായിരുന്നു പാപ്പയുടെ സന്ദേശം ആരംഭിച്ചത്. 2000-ലധികം വർഷങ്ങൾക്ക് മുൻപ് നടന്ന ആ സംഭവം മറിയത്തിന്റെ ഉദരത്തെ ഫലമണിയിക്കുകയും അവളുടെ മനുഷ്യമാംസത്തിൽ നിന്ന് യേശുവിനെ രൂപപ്പെടുത്തുകയും ചെയ്ത അതേ സ്നേഹത്തിന്റെയും ജീവന്റെയും ആത്മാവായ പരിശുദ്ധാരൂപയുടെ പ്രവർത്തനത്തിലൂടെ നവീകരിക്കപ്പെടുന്നു. അങ്ങനെ ഇന്ന് നമ്മുടെ ഇക്കാലത്തിന്റെ ഈറ്റുനോവിൽ രക്ഷാകര നിത്യവചനം വീണ്ടും യഥാർത്ഥത്തിൽ അവതരിക്കുന്നു. ദൈവത്തിന്റെ ഹൃദയ കവാടം സദാ തുറന്നു കിടക്കുന്നു. നമുക്ക് അവനിലേക്ക് മടങ്ങാം. നമ്മെ സ്നേഹിക്കുകയും നമ്മോട് പൊറുക്കുകയും ചെയ്യുന്ന ഹൃദയത്തിലേക്ക് നമുക്ക് മടങ്ങാം. പ്രത്യാശയുടെ തീർത്ഥാടകരാകാനും ആയുധങ്ങളെ നിശബ്ദമാക്കാനും ഭിന്നതകളെ അതിജീവിക്കാനും ധൈര്യം കാണിക്കാൻ ജൂബിലി വർഷത്തിന്റെ തുടക്കമായ ഈ തിരുപ്പിറവി തിരുനാൾ വേളയിൽ ഓരോ വ്യക്തിയെയും ഓരോ ജനതയെയും രാജ്യത്തെയും ക്ഷണിക്കുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. തന്റെ ഹൃദയത്തിന്റെ വാതിൽ അവൻ നമുക്കായി മലർക്കെ തുറന്നതുപോലെ നമ്മുടെ ഹൃദയത്തിന്റെ വാതിലുകൾ നമുക്ക് അവന് തുറന്നുകൊടുക്കാമെന്ന് പറഞ്ഞ പാപ്പ എല്ലാവർക്കും സമാധാനപൂർണമായ വിശുദ്ധ തിരുപ്പിറവി തിരുനാൾ ആശംസിക്കുകയും ചെയ്തു. ഈ വാക്കുകളിൽ ഊർബിയത്തോർബി സന്ദേശം ഉപസംഹരിച്ച പാപ്പ തുടർന്ന് സഭ നിഷ്കർഷിച്ചിട്ടുള്ള വ്യവസ്ഥകൾക്കനുസൃതം നേരിട്ടോ സാമൂഹ്യ വിനിമയോപാധികളിലൂടെയോ സ്വീകരിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ലഭ്യമാക്കുന്ന ഊർബിയത്തോർബി ആശീർവാദം നൽകുകയും ചെയ്തു. ജൂബിലി വർഷത്തിൽ റോമിലെ തടവറയിൽ ദണ്ഡവിമോചനത്തിന്റെ വിശുദ്ധ വാതിൽ തുറന്ന് ഫ്രാൻസിസ് പാപ്പ. ആദ്യമായാണ് ഒരു ജയിലിൽ മാർപ്പാപ്പ വിശുദ്ധ വാതിൽ തുറക്കുന്നത്.
ജയിലിലെ ചാപ്പലിലാണ് വിശുദ്ധവാതിൽ തുറന്നത്. പ്രദേശം നിരാശപ്പെടുത്തില്ല എന്ന് ഓർമ്മിപ്പിക്കാനാണിതെന്ന് അന്തേവാസികളോടും ഗാർഡുമാരോടും അടക്കമുള്ള ജീവനക്കാരോടും പാപ്പ പറഞ്ഞു. ഇതാദ്യമായാണ് ഒരു മാർപ്പാപ്പ ജയിലിൽ വിശുദ്ധവാതിൽ തുറക്കുന്നത്. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക, സെന്റ് ജോൺ ലാറ്ററിൻ, സെന്റ് മേരി മേജർ ബസിലിക്കകൾ, സെന്റ് പോൾ ബസിലിക്കകൾ എന്നീ പേപ്പൽ ബസിലിക്കകളിൽ മാത്രമാണ് മാർപ്പാപ്പ വിശുദ്ധവാതിൽ തുറക്കാറുള്ളത്. കടന്നുപോകുന്ന തീർത്ഥാടകർക്ക് അനുരഞ്ജനത്തിന്റെയും സമാധാനത്തിന്റെയും ദണ്ഡവിമോചനത്തിന്റെയും അനുഭവം നൽകുന്ന വാതിലുകളാണിവ. സഭ ജൂബിലി വർഷം ആഘോഷിക്കുന്നത് 25 വർഷം കൂടുമ്പോഴാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ 24-ന് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വിശുദ്ധവാതിൽ തുറന്നതോടെ ആരംഭിച്ച ജൂബിലി ആഘോഷം 2026 ജനുവരി 6 വരെ നീളും. പ്രത്യാശയുടെ തീർത്ഥാടകർ എന്നതാണ് ജൂബിലി ആപ്തവാക്യം. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ തുറന്ന വിശുദ്ധവാതിൽ യേശുവിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നതെന്നും നഷ്ടപ്പെട്ട ആടുകളായ നമ്മളെ വീണ്ടെടുക്കപ്പെടാനുള്ള വാതിലാണിതെന്നും തർക്കങ്ങളും ഭിന്നതകളും ഉപേക്ഷിച്ച് സമാധാന രാജാവായ ഉണ്ണിയേശുവിന്റെ കരങ്ങളിൽ സ്വയം സമർപ്പിച്ചാലേ വാതിലിലൂടെ പ്രവേശിക്കാനാവുമെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു. യുക്രൈൻ, പശ്ചിമേഷ്യ എന്നിവിടങ്ങളിൽ സമാധാനം സ്ഥാപിക്കാൻ ചർച്ചകളുടെ വാതിൽ തുറക്കപ്പെടണമെന്നും ഗാസയിലെ ബന്ദികളെ മോചിപ്പിക്കുകയും യുദ്ധം അവസാനിപ്പിക്കുകയും വേണമെന്നും മാർപ്പാപ്പ ആവശ്യപ്പെട്ടു. ലെബനനിലെയും സിറിയയിലെയും ക്രൈസ്തവ സമൂഹങ്ങളെ മാർപ്പാപ്പ പ്രത്യേകം സ്മരിച്ചു. ലോകരക്ഷകനായ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ഡിസംബർ 25-ന് അമേരിക്കയിൽ എല്ലായിടത്തും ആഘോഷിച്ചു. മിക്ക ദേവാലയങ്ങളിലും പാതിര കുർബാനയോടെ ആഘോഷങ്ങൾക്ക് ആരംഭമായി. ഷിക്കാഗോ സെയിന്റ് തോമസ് സീറോ മലബാർ കത്തീഡ്രലിൽ ബിഷപ്പ് മാർ ജോയ് ആലപ്പാട്ട് നേതൃത്വം നൽകിയ ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് ഇന്ന് ലോകം മുഴുവൻ ലോകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ജനന തിരുനാൾ വളരെ ആഘോഷമായി കൊണ്ടാടുകയാണ്. ഈ ജനന തിരുനാൾ കേവലം ക്രൈസ്തവരുടെ മാത്രം ഒരു തിരുനാളല്ല. ഒരുപക്ഷെ ക്രൈസ്തവ ദേവാലയങ്ങളെക്കാൾ കൂടുതലായി ആഘോഷങ്ങൾ നടക്കുന്ന അക്രൈസ്തവ കേന്ദ്രങ്ങൾ ഈ തിരുനാളിനോടനുബന്ധിച്ച്, ക്രിസ്മസ് ദിനത്തോടനുബന്ധിച്ച് ലോകത്തിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുകയാണ്. ലോകത്തിന് മുഴുവൻ രക്ഷ പ്രദാനം ചെയ്യുവാനായി കടന്നു വന്ന യേശു ക്രിസ്തുവിനെ ലോകം സ്വീകരിച്ചതിൻ്റെ അടയാളമായിട്ടാണ് ഇന്നേ ദിവസം ലോകം മുഴുവൻ ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ആഘോഷങ്ങളിലൊന്നായ ബോൺ നത്താലേക്ക് വേദിയായി തൃശ്ശൂരിൻ്റെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് 20,000-ഓളം ക്രിസ്മസ് പാപ്പാമാർ പങ്കെടുത്ത മെഗാ ബോൺ നത്താലെ ആവേശമായി മാറി.
വർഷങ്ങൾക്ക് മുൻപാണ് തൃശൂരിലെ ക്രിസ്മസ് ആഘോഷം ബോൺ നദാലെ ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടുന്നത്. 2024 കൗതുകവും വ്യത്യസ്തതയും ഇഴചേർത്തുകൊണ്ട് 20,000-ഓളം ഡാൻസിംഗ് പാപ്പമാർ അണിനിരത്തുകൊണ്ട് ബോൺ നദാലെ ക്രിസ്മസ് ആഘോഷം വീണ്ടും ചരിത്രം കുറിച്ചു. തൃശൂർ അതിരൂപതയും തൃശൂർ പൗരാവലിയും ചേർന്ന് ആഘോഷിക്കുന്ന വിശ്വപ്രസിദ്ധമായ പാപ്പമാരുടെ ഉത്സവം ബോൺ നദാലെ പ്രൗഢഗംഭീരമായി നടത്തപ്പെട്ടു. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. തൃശൂർ അതിരൂപതയിലെ 110 ഇടവകകളിൽ നിന്നായി 20,000-ഓളം ക്രിസ്മസ് പാപ്പമാരാണ് സ്വരാജ് റൗണ്ടിൽ ചുവടുവെച്ചത്. 2013 തൃശൂർ നഗരത്തെ ആഗോളതലത്തിൽ പ്രശസ്തമാക്കിക്കൊണ്ട് തുടക്കം കുറിച്ച വിപുലമായ ക്രിസ്തുമസ് കരോൾ ഘോഷയാത്ര ക്രമേണ കേരള ക്രൈസ്തവരെ മുഴുവൻ അഭിമാനത്തിലും ആവേശത്തിലും ആഴ്ത്തുന്ന പ്രതിവർഷ ക്രിസ്മസ് ആഘോഷമായി ചരിത്രം കുറിക്കുകയായിരുന്നു. മെറി ക്രിസ്മസ് എന്നർത്ഥമുള്ള ബോൺ നദാലെ എന്ന ഇറ്റാലിയൻ വാക്കിൽ അറിയപ്പെടുന്ന അതിവിപുലവും അഭൂതപൂർവമായ ഗാനനൃത്ത ദൃശ്യാവിഷ്കാരങ്ങളടങ്ങിയ സംഭവബഹുലമായ കരോൾ പരിപാടികൾ വൈകിട്ട് 5-ന് തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്ന് ആരംഭിച്ച് ബോൺ നദാലെ ഘോഷയാത്ര സ്വരാജ് റൗണ്ട് ചുറ്റി സെന്റ് തോമസ് കോളേജിൽ തന്നെ അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്തും മന്ത്രിമാർ, MLA-മാർ, വിവിധ മതമേലധ്യക്ഷന്മാർ, രാഷ്ട്രീയ, സാമൂഹിക, വ്യാവസായിക രംഗത്തെ പ്രമുഖർ എന്നിവർ ചേർന്നാണ് ബോൺ നദാലെ ഫ്ളാഗ് ഓഫ് ചെയ്തത്. ബോൺ നദാലെ 2024 ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. 20,000-ഓളം ക്രിസ്മസ് പാപ്പമാരാണ് ബോൺ നദാലെ ഗാനത്തോടൊപ്പം നൃത്തച്ചുവടുകൾ വെച്ച് തൃശൂർ നഗരത്തെ മുഴുവൻ ആവേശത്തിലാഴ്ത്തിയത്. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ക്രിസ്തുമസ് പാപ്പയുടെ വേഷമണിഞ്ഞ് തൃശൂർ നഗരത്തിലിറങ്ങിയത് വർണ്ണാഭമായ കാഴ്ചയായിരുന്നു. ക്രിസ്തുവിന്റെ ജനനത്തിന്റെ ആനന്ദവും അനന്യതയും പ്രഘോഷിച്ച് 1000-ഓളം മാലാഖമാർ, സ്കേറ്റിംഗ് പാപ്പമാർ, ബൈക്ക് പാപ്പമാർ, വീൽചെയർ പാപ്പമാർ തുടങ്ങിയവരും ഘോഷയാത്രയെ ആകർഷകമാക്കി. ഏകദേശം 60 അടി നീളത്തിൽ LED-കളാൽ അലങ്കരിച്ച ചലിക്കുന്ന ഏദൻ തോട്ടമായിരുന്നു ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത. കേരളത്തിന്റെയും തൃശൂരിന്റെയും തനിമ വിളിച്ചോതുന്ന ടാബ്ലോകളടക്കം 21 നിശ്ചല ദൃശ്യങ്ങളും പരിപാടിക്ക് മാറ്റുകൂട്ടി. കേരളത്തിന്റെ പഴമ അടയാളപ്പെടുത്തുന്ന ദൃശ്യം മുതൽ മുണ്ടക്കൈ, ചൂരൽമല ഉരുൾപൊട്ടൽ വരെയുള്ള സമകാലിക സംഭവങ്ങളുടെ ചിത്രീകരണവും ഒരുക്കിയിരുന്നു. ക്രിസ്മസ് വില്ലേജും പുൽക്കൂടും ക്രിസ്മസ് തൊപ്പിയും നക്ഷത്രവും ക്രിസ്മസ് ട്രെയിനിന്റെയും വിമാനത്തിന്റെയും മാതൃക, കൂറ്റൻ ചിത്രശലഭം എന്നിവയും ശ്രദ്ധ നേടി. ക്രിസ്തുവിന്റെ ഉയർപ്പടക്കമുള്ള ബൈബിൾ രംഗങ്ങളും ഉണ്ടായിരുന്നു. അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ ആശയമായി 2013 ബോൺ നദാലെ ആരംഭിച്ചത്. 2014 18,112 പാപ്പമാർ അണിനിരന്ന ബോൺ നദാലെ ഏറ്റവും കൂടുതൽ സാന്റാക്ലോസുമാരുമായി പങ്കെടുത്ത ഘോഷയാത്രയായി ഗിന്നസ് ബുക്കിൽ ലോക റെക്കോർഡായി അംഗീകരിക്കപ്പെട്ടതോടെ ബോൺ നദാലെ എന്ന കേരള ക്രൈസ്തവരുടെ വികാരം അന്താരാഷ്ട്ര ലോകം ഏറ്റെടുത്ത സാംസ്കാരിക ഉത്സവമായി ചരിത്രം കുറിക്കുകയായിരുന്നു. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി. ഇന്ത്യയുടെ സാമ്പത്തിക മുഖം ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ മെച്ചപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തിത്വമാണ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റേതെന്ന് CPCI പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ അനുശോചനം അറിയിക്കുന്നതായും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗിന്റെ വിയോഗവാർത്ത അറിഞ്ഞതിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ടെന്ന് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയെ പ്രതിനിധീകരിച്ച് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത് വ്യക്തമാക്കി. രാജ്യത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും ഡോക്ടർ മൻമോഹൻ സിംഗ് നൽകിയ സംഭാവനകൾ അളവറ്റതാണ്. ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. മാത്രമല്ല, ന്യൂനപക്ഷ സമുദായങ്ങളുടെ ക്ഷേമത്തിനായുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത, സാമൂഹിക നീതിക്കും സമത്വത്തിനും വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണത്തിന്റെ തെളിവാണ്. അദ്ദേഹത്തിന്റെ പൈതൃകം ഭാവി തലമുറകൾക്ക് കൂടുതൽ നീതിയും സമത്വവുമുള്ള ഒരു സമൂഹത്തിനായി പ്രവർത്തിക്കാൻ പ്രചോദനമായി തുടരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ആത്മാവിന് ശാന്തി നേരുന്നു. ഈ ദുഷ്കരമായ സമയത്ത് ദൈവം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ആശ്വാസവും സമാധാനവും നൽകട്ടെ എന്നും കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. സ്റ്റുഡന്റ് വിസ ദുരുപയോഗം ചെയ്ത് അമേരിക്കയിലേക്ക് വിദ്യാർത്ഥികൾ എന്ന പേരിൽ ഇന്ത്യക്കാരെ കടത്തുന്ന കേസിൽ അന്വേഷണം ഊർജിതമാക്കി ED. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ ക്രിമിനൽ വകുപ്പുകൾ പ്രകാരമാണ് അന്വേഷണം. സ്റ്റുഡൻസ് വിസ ദുരുപയോഗം ചെയ്ത് അമേരിക്കയിലേക്ക് വിദ്യാർത്ഥികൾ എന്ന പേരിൽ ഇന്ത്യക്കാരെ കടത്തുന്ന കേസിൽ ഗുജറാത്ത് ആസ്ഥാനമായുള്ള കനേഡിയൻ കോളേജുകളുടെയും നിരവധി ഇന്ത്യൻ സ്ഥാപനങ്ങളുടെയും പങ്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നു.
മനുഷ്യക്കടത്തിന് കാനഡയെ ഇടത്താവളമായി ഉപയോഗിക്കുന്നുവെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഗുജറാത്തിലെ ഗാന്ധിനഗറിലെ ഗ്രാമത്തിൽ നിന്നുള്ള 4 കുടുംബത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണമെന്ന് കേന്ദ്ര ഏജൻസി വൃത്തങ്ങൾ അറിയിച്ചു. 2022 ജനുവരിയിലായിരുന്നു സംഭവം. US കാനഡ അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ 2 കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബം തണുപ്പ് അതിജീവിക്കാനാവാതെ മരണപ്പെട്ടിരുന്നു. നോർത്ത് അമേരിക്കയിലെ സീറോ മലബാർ സഭയുടെ വളർച്ചയ്ക്ക് നിർണായക സംഭാവനകൾ നൽകിയ ഫാദർ ജോസ് കണ്ടത്തിക്കുടി അന്തരിച്ചു. മൃതസംസ്കാരം ന്യൂയോർക്കിലെ സെയിന്റ് തോമസ് ഇടവകയിൽ ജനുവരി 3 നടക്കും. 1945 മെയ് 30 ജോൺ ത്രേസ്യാക്കുട്ടി ദമ്പതികളുടെ മകനായി തോട്ടക്കരയിൽ ജനിച്ച കണ്ടത്തിക്കുടി ജോസച്ചന്റെ മാതൃ ഇടവക കാഞ്ഞിരപ്പുഴയാണ്. 1971 മാർച്ച് 27 വത്തിക്കാനിൽ വെച്ചാണ് അച്ഛൻ തിരുപ്പട്ടം സ്വീകരിച്ചത്. മാനന്തവാടി രൂപത മണിമൂളി ഇടവക അസിസ്റ്റന്റ് വികാരി, സെന്റ് ജോസഫ് പ്രസിന്റെ മാനേജർ, മാനന്തവാടി രൂപത ചാൻസലർ, ബിഷപ്പിന്റെ സെക്രട്ടറി, വിശ്വാസ പരിശീലന വിഭാഗം, സോഷ്യൽ വർക്ക്, ഫാമിലി അപ്പസ്തോലേറ്റ്, ലിറ്റർജി ആൻഡ് ബൈബിൾ അപ്പസ്തോലേറ്റ്, സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ എന്നിവയുടെ ഡയറക്ടറായി സേവനം ചെയ്ത ജോസച്ചൻ 1974, 1995 കാലഘട്ടത്തിൽ സീറോ മലബാർ സഭയ്ക്കു വേണ്ടി CLCയുടെ ഡയറക്ടറായിരുന്നു. കേരളത്തിൽ മാനന്തവാടി രൂപതയിലെ വിവിധ ഇടവകകൾ സ്ഥാപിച്ച അദ്ദേഹം തുടർന്ന് അമേരിക്കയിലെത്തുകയും അവിടെ ചിക്കാഗോയിലെയും ന്യൂയോർക്കിലെയും സെന്റ് തോമസ് ദേവാലയങ്ങളും ന്യൂജേഴ്സിയിലെ സീറോ മലബാർ മിഷനും സ്ഥാപിച്ചു. 2020 മെയ് 30 75ാമത്തെ ജന്മദിനം ആഘോഷിച്ച അദ്ദേഹം തുടർന്ന് വിശ്രമജീവിതം നയിച്ചുവരികയായിരുന്നു. ജനുവരി 2-3 ദിവസങ്ങളിൽ ന്യൂയോർക്കിൽ പൊതുദർശനവും തുടർന്ന് ജനുവരി 4 ബ്രോക്സിലെ സെന്റ് തോമസ് ദേവാലയത്തിൽ സംസ്കാരവും നടക്കും. 10 കൽപ്പനകൾ രേഖപ്പെടുത്തിയ ശിലാഫലകത്തിന് ലേലത്തിൽ ലഭിച്ചത് $50 ലക്ഷം. ചരിത്രത്തിലെ ഏറ്റവും പുരാതനമായ ശിലാഫലകമാണ് ലേലത്തിൽ വിറ്റുപോയത്. ബൈബിളിലെ 10 കൽപ്പനകൾ രേഖപ്പെടുത്തിയ ചരിത്രത്തിലെ ഏറ്റവും പുരാതനമായ ശിലാഫലകത്തിന് ലേലത്തിൽ ലഭിച്ചത് $50 ലക്ഷം. ബൈബിളിലെ കൽപ്പനകൾ രേഖപ്പെടുത്തിയ അറിയപ്പെടുന്നതും ഏറ്റവും പഴക്കമുള്ളതുമായ ശിലാഫലകമാണിത്. ഏകദേശം $20 ലക്ഷം പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇരട്ടിയിലധികം തുകയ്ക്കാണ് ഫലകം വിറ്റുപോയതെന്ന് ലേലസ്ഥാപനമായ സൊത്തേബി വ്യക്തമാക്കി. AD 300-നും 800-നും ഇടയിൽ റോമൻ ബൈസൈന്റൻ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ഈ ശിലാഫലകം റെയിൽപാതയുടെ നിർമ്മാണത്തിനിടെ 1913 ഇസ്രായേലിൽ നിന്നുമാണ് കണ്ടെത്തിയത്. പാലിയോ ഹീബ്രു ഭാഷയിലാണ് ഫലകത്തിൽ ദൈവകൽപ്പനകൾ ആലേഖനം ചെയ്തിരിക്കുന്നത്. പുരാതന സിനഗോഗുകളുടെയും ദേവാലയങ്ങളുടെയും പേരിൽ പ്രസിദ്ധമാണ് ഈ ശിലാഫലകം കണ്ടെത്തിയ സ്ഥലം. ഫലകം പുരാവസ്തുവിന്റെ സമാനതകളില്ലാത്ത പ്രാധാന്യത്തെ പ്രതിഫലിപ്പിക്കുകയാണെന്നും അതിനാലാണ് ഇത്രയും തുക ലഭിച്ചതെന്നും സൊത്തേബിയുടെ പുസ്തകങ്ങളുടെയും കൈയെഴുത്തു പത്രികകളുടെയും തലവനായ റിച്ചാർഡ് ഓസ്റ്റിൽ പ്രസ്താവിച്ചു. 400-നും 600-നും ഇടയിൽ റോമൻ അധിനിവേശ കാലത്തോ 11-ാം നൂറ്റാണ്ടിൽ കുരിശുദ്ധകാലത്തോ ഈ സ്ഥലം മൺമറഞ്ഞു പോയിരിക്കാം എന്നാണ് അനുമാനം. ക്രിസ്ത്യൻ യഹൂദ പാരമ്പര്യങ്ങൾക്ക് സമാനമായ രീതിയിൽ 20 വരികളിലായിട്ടാണ് ഇതിൽ കൽപ്പനകൾ ആലേഖനം ചെയ്തിരിക്കുന്നത്. ഗാസയിൽ ഹമാസ് പിടിയിലുള്ള ബന്ദികളെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുമായി ഇസ്രായേൽ രംഗത്ത്. UN-ലാണ് ഹമാസ് പിടിയിൽ ബന്ദികൾ അനുഭവിക്കുന്ന സമാനതകളില്ലാത്ത തരത്തിലുള്ള പീഡനങ്ങളുടെ റിപ്പോർട്ട് ഇസ്രായേൽ സമർപ്പിച്ചത്. ഹമാസ് പിടിയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ബന്ദികളുടെ ഭാഗത്തുനിന്നുമുണ്ടായ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഗാസയിൽ ഹമാസ് പിടിയിലുള്ള ബന്ദികളെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുമായി ഇസ്രായേൽ രംഗത്ത്. UN-ലാണ് ഹമാസ് പിടിയിൽ ബന്ദികൾ അനുഭവിക്കുന്ന സമാനതകളില്ലാത്ത പീഡനങ്ങളുടെ റിപ്പോർട്ട് ഇസ്രായേൽ സമർപ്പിച്ചത്. ഹമാസ് പിടിയിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട ബന്ദികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിൽ നിന്നും നിർബന്ധപൂർവ്വം കടത്തിക്കൊണ്ടുപോയ ബന്ദികളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് UN രക്ഷാസമിതിക്ക് മുമ്പാകെ ഇസ്രായേൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇസ്രായേൽ നാഷണൽ ചാനലായ N12 ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. UN-ൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഹമാസിന്റെ അടിമത്തത്തിൽ ബന്ദികളാക്കിയവർ അനുഭവിക്കുന്ന പീഡനങ്ങൾ ഉയർത്തിക്കാട്ടുന്നതോടൊപ്പം മോചനശേഷം അവരുടെ ജീവിതത്തിലെ പോരാട്ടങ്ങളെക്കുറിച്ചും വ്യക്തമാക്കുന്നു. 2023 നവംബറിൽ ഇസ്രായേലിന് ഹമാസ് കൈമാറിയ ബന്ദികളുടെ അവസ്ഥകൾ റിപ്പോർട്ടിൽ പ്രത്യേകം പ്രതിപാദിക്കുന്നു. റിപ്പോർട്ടുകൾ സമാഹരിക്കാൻ നേതൃത്വം നൽകിയത് ഇസ്രായേൽ ആരോഗ്യവകുപ്പ് മന്ത്രി യൂറിയൽ മെനേഹം ബുസോയാണ്. റിപ്പോർട്ട് ശേഖരണം തുടരുകയാണെന്നും ഇസ്രായേൽ ബന്ദികൾ ഹമാസ് തടവിൽ അനുഭവിച്ച യാഥാർത്ഥ്യം ലോകം കാണേണ്ടതുണ്ടെന്നും യൂറിയൽ മെനേഹം ബുസോ വ്യക്തമാക്കുന്നു.
ബന്ദികളാക്കിയ സ്ത്രീകളെ ഭീകരർ അടിമകളാക്കി. നിരന്തരം പീഡനങ്ങൾ. ശാരീരികമായി പരിക്കേറ്റ ബന്ദികളെ അനസ്തേഷ്യയോ മറ്റ് ശരിയായ മരുന്നുകളോ ഇല്ലാതെ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കി. ബന്ദികളാക്കിയ കുട്ടികളെ ഒക്ടോബർ 7 ഹമാസ് നടത്തിയ കൂട്ടക്കൊലകൾ അടങ്ങിയ വീഡിയോകൾ കാണാൻ നിർബന്ധിച്ചു. അതോടൊപ്പം ഏതെങ്കിലും കരാറിന്റെ ഭാഗമായി ബന്ദികളെ മോചിപ്പിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങൾ ബന്ദികളെ നല്ല രീതിയിലാണ് തങ്ങൾ പരിപാലിക്കുന്നതെന്ന പ്രതീതി പരത്താനായി വ്യാജ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കൂടാതെ തടവിൽ കഴിയുന്നവർ കടുത്ത പട്ടിണി നേരിടുന്നതായും പലരുടെയും ആരോഗ്യാവസ്ഥ തീരെ മോശമാണെന്നും ശരീരഭാരം ഗണ്യമായി കുറഞ്ഞുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ഉടൻ നിലവിൽ വരും എന്ന വാർത്ത പ്രചരിക്കുന്നതിനിടയിലാണ് ബന്ദികളുടെ അവസ്ഥ തുറന്നു കാണിച്ച ഇസ്രായേൽ ഐക്യരാഷ്ട്രസഭയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഷെക്കേന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പ് ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.